അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10 മണിക്ക് കഞ്ഞി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കും അതിന്റെ കുറച്ച് വിശേഷങ്ങളും കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇന്ന് 10 മണിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇണ്ണിത്തണ്ടും ചെറുപയറും കേട്ടോ കൂട്ടാൻ വെക്കുന്നത്. അപ്പൊ ചെറുപയർ ഞാൻ നല്ലോണം കഴുകിക്കാണ്ട് തീമക്ക് വെക്കുകയാണ്. ഇപ്പൊ മഞ്ഞളും ഉപ്പും ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അച്ചൽക്കും തീമക്ക് വെച്ചാൽ മതി. അതൊരു പകുതി വേഗമായിട്ട് വേണം ഇണ്ണിത്തണ്ടൊക്കെ അരിഞ്ഞാണ്ട് ഇടാൻ. ഇപ്പൊ ചെറുപയറൊക്കെ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ, കടല ചെറുപയറൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് തിന്നാല് അത് നമ്മളെ തടിക്കും നല്ലതാണ്. പിന്നെ നമ്മളെ സാധാരണക്കാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വീഡിയോസ് തന്നെ ഉള്ളൂ നമ്മൾ ഉൾപ്പെടുത്തണുള്ളൂ. അതിന് തന്നെ ഞാൻ കൊണ്ട് കൊജ്ജുള്ളൂ. പിന്നെ നമ്മൾ ഇടക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കൂലേ, അന്നത്തെ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും ഞമ്മക്ക് എണ്ണിത്തണ്ട് എടുക്കാൻ വേണ്ടിട്ട് പോകാം. അപ്പൊ പോണ പോക്കില് ഞമ്മക്ക് തെങ്ങുമ്പോ തേങ്ങ ഒക്കെ ഉണ്ടായാലും തുടങ്ങിക്കണം കേട്ടോ. ഇത് ഒരു 7 കൊല്ലൊക്കെ കുഴിച്ചിട്ടിട്ട് ഇപ്പൊ ചൊട്ടിട്ടിക്കണ്. പിന്നെ ഈ ഒരു തെങ്ങ് 3-4 മാസം മുന്നേ ചൊട്ടിട്ട് കാണ്ട് ഒന്ന് കരിഞ്ഞു പോയിന്. പിന്നെ അയച്ച ചൊട്ടിടുന്നുണ്ട്. ഇതിമ ഒരു 10-18 തേങ്ങയൊക്കെ അൽഹംദുലില്ലാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിമന്ന് 2 ദിവസം മുന്നേ ഞാൻ കൂട്ടാൻ വെക്കാൻ എടുത്തീനും, അതിന്റെ ബാക്കി ഉണ്ട്, നമുക്ക് അത് എടുക്കാം. ഞമ്മളവിടെ വാഴക്കൊലൊക്കെ വെട്ടിയാല് അതിന്റെ എണ്ണിത്തണ്ട് ഞാന് വെറുതെ കളയില്ല കേട്ടോ. ഒരിക്കൽ തന്നെ ഉപ്പേരി വെക്കും ഞാന്. കുട്ടികളൊന്നും വല്ലാതെ തിന്നൂല, പക്ഷെ ഇവിടെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല തൃപ്തിയാണ് 10 മണിക്കൊക്കെ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാന് എന്നും 10 മണിക്ക് ഉണ്ടാക്കലുണ്ട്. ഇത് പൊളിച്ചെടുക്കാനാണ് കുറച്ച് പണിയില്ലേ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടാട്ടോ, ഇത് വട്ടത്തിലരിഞ്ഞ് സുർക്കിയിലിട്ടാലേ അങ്ങനെ ഒരു തിന്നു. അങ്ങനെ എന്തായാലും ഞമ്മക്ക് ഇണ്ണിത്തണ്ട് കിട്ടിയിരിക്കണ്. അപ്പൊ ഇണ്ണിത്തണ്ടൊക്കെ നമ്മളത് ഏകദേശം അരിയല് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ നാരൊക്കെ ശരിക്ക് ചുറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു മുള്ള് കൊണ്ടുവന്നിക്കാണ്ട് കേട്ടോ എടുത്തത്. കാരമുള്ളുണ്ടല്ലോ, അത് നല്ല ബലമാണ്. അല്ലെങ്കിൽ പിന്നെ പപ്പടം കുത്തിമ വല്ലാതെ പോരൂല. അല്ലെങ്കിൽ ഇല്ലിക്കോലുണ്ടല്ലോ, മുളന്റെ കമ്പ്, അതൊക്കെ വെച്ചിട്ട് എടുത്താൽ നല്ലോണം അതിന്റെ ആരി ചുറ്റി പോരുമേ. അല്ലെങ്കിൽ ചങ്കില് കെട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ പറയണത്. ഇങ്ങനൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അറിയുണ്ടാകും, എന്നാലും നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ശരിക്ക് നല്ലോണം വൃത്തിയാക്കും. ഞാൻ ആ വെള്ളം ഉണ്ടല്ലോ, ആ ബേസത്തെ വെള്ളം ഞാൻ വല്ല മുരിങ്ങാമരത്തിന്റെ എന്തിൻ്റെലും മരത്തേക്ക് കൊണ്ടുപോയി പാരലാണ് കേട്ടോ. അപ്പൊ സിങ്ക് കൂടെ വെറുതെ അങ്ങനെ തിരിച്ചു വിടൂല. വേനലല്ലേ, വെള്ളം ഒന്നും ഇങ്ങോട്ട് കരുതാനൊക്കെ കഴിക്കണല്ലോ, അല്ലെങ്കിലും കരുതണം. വേനലൊക്കെ ആവുമ്പോ എന്തായാലും ഒരു ശ്രദ്ധ വേണം. എന്തായാലും അപ്പത്തിന് നമ്മളെ ചെറുപയറൊക്കെ നല്ലോണം വെന്തിക്കണം. പിന്നെ ഞാൻ ആ ഒരു ഇണ്ണിത്തണ്ട് അരിഞ്ഞതായി കട്ട് കൊടുത്തുകാണ്ട് 2-3 പച്ചമുളകും കീറിയിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം പാർന്നുകാണ്ട് വേവിക്കുക. പിന്നെ തോനെ വെള്ളം പാരരുത് കേട്ടോ, ഇണ്ണിത്തണ്ടിന് വലിയ വേഗില്ലല്ലോ. ഏതായാലും അതവിടെ കടന്ന് വേകട്ടെ. നമുക്ക് ഇനി പാത്രമൊക്കെ ഒന്ന് മുറിയേക്കാം. രാവിലത്തെ പടിയും കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോ അടുക്കള ഒരു വിത്തയക്കണം. എന്തായാലും ആ ഒരു പാത്രപ്പട കഴിഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കൂട്ടാൻ എന്തായി നോക്കാം. നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഏറിയില്ല കമ്മിയില്ല, എങ്ങനെ ആകണം. ഇനി നമുക്കൊരു പാത്രം വെച്ചുകാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് കടുക് പൊട്ടിച്ച. ഇതിക്ക് ഇപ്പൊ ഒരു ഉണക്കമുളകും കൂടി മാണ്ടീന്, പക്ഷെ നമ്മളെടുത്ത് ഉണ്ടായില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഉണക്കമുളക് നടുവ് പിടിച്ചിട്ട് കാണ്ട് അങ്ങനെ ചെയ്തോളൂണ്ടിട്ടോ, നല്ല രസമാണ്. നമ്മളെടുത്ത് കഴിഞ്ഞതാണ്. അങ്ങനെ നല്ല അടിപൊളി കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കുന്നു. എന്തായാലും അപ്പത്തിന് നമ്മളെ കഞ്ഞിയൊക്കെ വെന്തുകാണ്ട് ഊറ്റാനായിരുന്നു. റേഷൻ പീടിയത്തെ അരിയൊക്കെ തീമിടുകയാണെങ്കിൽ ഇങ്ങനെ കൂട്ടാൻ പണിക്കൊന്നും നടക്കൂല കേട്ടോ. തീമിട്ട് കാണ്ട് അപ്പൊ തന്നെ നിൽക്കേണ്ടി വരും. ഇത് ഞാൻ കുറച്ച് വേഗുള്ള അരിയേനും, അതുകൊണ്ട് ഇങ്ങനത്തെ പണിക്കൊക്കെ നല്ല മട്ടാണ്. എന്തായാലും ചോറൂറ്റൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ചമ്മന്തി അരച്ചാലോ, ഉണക്കമാന്തം ഇട്ടുകാണ്ട്. അപ്പൊ നമുക്ക് അടുപ്പിലിട്ടുകാണ്ട് തന്നെ ചുട്ടെടുക്കാം.
അടുപ്പിൽ നല്ല കണലുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിക്ക് 2-3 കണ്ണിമാങ്ങന്റെ അത്ര പോകുന്നൊരു മാങ്ങ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് പെരും പുളിയില്ല മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ചെത്താനൊന്നും നിന്നിട്ടില്ല. ആ തൊലി ഉണ്ടാവുമ്പോൾ കുറച്ച് പുളി പാകാവുമല്ലോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും പിന്നെ 2-3 മുളകും. അങ്ങനെ നമ്മളെ മീനൊക്കെ നല്ലോണം വെന്തിക്കണ്. മീനും കൂട്ടി അരച്ചിട്ടും ആ ഒരു മാങ്ങന്റെ പുളി കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്താട്ടി, കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് ഒന്നും കൂടി ഞാൻ കറക്കി. അങ്ങനെ ആയാൽ ആ ഒരു പുളി പാകത്തിനായി വന്നോളും. അപ്പോൾ എന്തായാലും നമ്മളെ ചമ്മന്തി റെഡി ആയിക്കണം. അങ്ങനെ കാട് വെട്ടാൻ പോയാലൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് കരിമ്പ് ജ്യൂസിന് പോകുകക്കാരം. അപ്പോൾ കഞ്ഞിയാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്. അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തേക്ക് വെള്ളം പാർന്നുകാണ്ട് നല്ലോണം തണുപ്പിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ആ കഞ്ഞൂടി കജ്ജുമ്പോത്തിന് ഐസ് എടുത്ത് കൊടുക്കണം. എന്നാൽ നേരത്തെ എടുക്കാനും പറ്റൂല, ഐസ് ഇങ്ങനെ ഉരുകൽ തുടങ്ങൂലേ. ആ കറക്റ്റ് ടൈമിന് ആ ഐസ് ഇങ്ങോട്ട് എടുക്കണം. പിന്നെ ഒരു പോകുമ്പത്തിന് ആ ഒരു പാത്രത്തേക്ക് തന്നെ പിറ്റേന്നൊക്കെ ഉള്ളത് നമ്മൾ വെക്കും വേണം, അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഐസ് കിട്ടൂല. പിന്നെ ഉച്ചക്കൊക്കെയുള്ള ചോറിന് ഒരു വരും കേട്ടോ. എന്നിട്ട് പിന്നെ വന്നങ്ങാണ്ട് കൊണ്ടുപോയി കണ്ട് അവിടെ നിന്നാണ് തിന്നുക. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ ഉള്ളത് 1 മണി 1:30 ആകുമ്പോഴത്തേന് ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. മൂപ്പരത്തൊക്കെ റെഡി ആയാൽ തന്നെ നമ്മളെ പകുതി പണി ഒരുക്കിയ മാതിരിയാണ്. അപ്പോൾ എന്തായാലും ഞാനിനി ഉച്ചക്കൊക്കെയുള്ള പരിപാടിക്ക് നിൽക്കട്ടെ. ഞാനിനി വേറൊരു വീഡിയോസ് വിശേഷിച്ചൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.